ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച് നല്ലൊരു കിടിലനായിട്ടുള്ള ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഓൾ ഓപ്ഷനിൽ കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ചട്നി ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി എണ്ണ. അതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ അരിഞ്ഞതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ക്യൂബായിട്ട് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കുക കേട്ടോ. ഞാനിവിടെ നീളത്തിലാണ് കേട്ടോ അരിഞ്ഞ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉള്ളി വല്ലാതാണ്ട് വാടൊന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഉള്ളിയൊക്കെ സെറ്റായി അതിന് ശേഷം നമ്മളൊരു മീഡിയം സൈസ് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയാൽ മതി കേട്ടോ, ഉടയൊന്നും വേണ്ട, ഒന്ന് സോഫ്റ്റ് ആവുന്ന വരുന്ന ഇളക്കി കൊടുക്കുക കേട്ടോ. തക്കാളി നിങ്ങൾ കുറച്ച് ചട്നിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ ചെറിയ തക്കാളി ഇട്ടാൽ മതി കേട്ടോ. വലിയ തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാകെ മാറും. അപ്പോൾ ചെറിയ തക്കാളി അല്ലെങ്കിൽ മീഡിയം സൈസ് ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം ഇട്ട് കൊടുത്തത് ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ 6 ഉണക്കമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 6 പറഞ്ഞാൽ ചെറിയ ഉണക്കമുളകാണ്, അതുകൊണ്ട് 6 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം എരിവുമില്ല. നിങ്ങളതിൽ എരിവുള്ളത് ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ നമ്മൾ ഉള്ളി എടുക്കുകയാണെങ്കിൽ വലിയ സൈസ് ഉള്ളി ഒന്നും എടുക്കണ്ട, ചെറിയ സൈസ് അല്ലെങ്കിൽ മീഡിയം സൈസ് ഉള്ളി എടുത്താൽ മതി. കാരണം ഈ ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിയും കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചട്നിയുടെ ടേസ്റ്റ് ആകെ മാറും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ സൈസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, ചെറിയ സൈസ് നോക്കിയിട്ടുണ്ടെങ്കിൽ തക്കാളി ഉള്ളി എടുത്താൽ മതി കേട്ടോ. അതൊക്കെ ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം നമ്മൾ ഒരു അരമുറി തേങ്ങയായിട്ട് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി കുറച്ച് ചട്നി മതി എന്നുള്ളവർക്ക് നിങ്ങൾക്ക് തേങ്ങയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഞാൻ ഇപ്പോൾ കുറച്ച് കൂടുതൽ വേണമെന്നുള്ളതുകൊണ്ടാണ് ഈ അരമുറി തേങ്ങ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ. അത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ 1 സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചട്നിക്ക് ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അധികം എരിവും ഉണ്ടാവില്ല, ഒരു കളറും കിട്ടും. അതിനാണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. ഒരു കളറൊക്കെ നമ്മളെ ചട്നിക്ക് അതിനായിട്ട് അതിട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. ഇനി നമുക്ക് ഈ തേങ്ങ നമ്മൾ സാധാ കറികൾക്കൊക്കെ നമ്മൾ വറക്കില്ല, അത്രയും വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ തേങ്ങയുടെ പച്ച ടേസ്റ്റും അതുപോലെ തന്നെ ആ വെള്ളത്തിൻ്റെ ഈർപ്പം പോലെ ഉണ്ടാവുമല്ലോ നമ്മൾ തേങ്ങ ഇതാക്കുമ്പോൾ, അതൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ കുറച്ച് നേരം ഇളക്കി കൊടുത്താൽ തന്നെ ആ തേങ്ങ നല്ലൊരു മണം വരും കേട്ടോ. ആ മണം വരുന്ന വരെ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ സാധാ കറികൾക്ക് വറക്കുന്ന പോലെ അത്രയും ഡ്രൈ ആക്കി വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ ആ തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മളിതാ ഇളക്കി കൊടുത്ത് നിൽക്കുന്നുണ്ട്. അതാ ഈ ഒരു സ്റ്റേജ് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യട്ടോ. ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ തന്നെ ആ തേങ്ങ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. നമുക്കിത് ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അതാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അത്രയും നമ്മൾ സാധാ കറികൾക്ക് നമ്മൾ നല്ല ഡ്രൈ ആക്കിയിട്ടല്ല വറുത്തെടുക്കുക, അത്രയും നമ്മൾ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. ഇനി നമുക്ക് ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയ തേങ്ങയുടെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ തേങ്ങ ചട്നി നമുക്ക് സാധാ തേങ്ങ ചട്നിയുടെ ടേസ്റ്റ് ഇല്ല, വറുത്തതിൻ്റെ വേറൊരു ടേസ്റ്റ് തന്നെയായിട്ട് നമുക്കത് കിട്ടുക. നമ്മളിതാ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് അറിയാനുള്ള വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് വെള്ളം നമ്മൾ ആദ്യമായി അരച്ച് കൊടുത്താൽ അത് കറക്റ്റായി അരഞ്ഞ് കിട്ടില്ല. നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. നമ്മളിതാ അരച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല കളർ, നമ്മൾ ആ കാശ്മീരി ചട്നി നല്ല കളറും ഉണ്ട്, നല്ല സോഫ്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വറവിടണം കേട്ടോ. അപ്പോൾ പാൻ വെച്ചിട്ട് കടുക് പൊട്ടിക്കുക. അതിന് ശേഷം കടുക് പൊട്ടിയതിന് ശേഷം ഉണക്കമുളകും കറിവേപ്പിലയും ഇടുക കേട്ടോ. അപ്പോൾ ഈ ഇതുപോലെ ചട്നി ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ്. നമ്മൾ സാധാ കറി ഉണ്ടാക്കുമ്പോഴും അതുപോലെ വറുത്തരച്ച കറി ഉണ്ടാക്കുമ്പോഴും രണ്ട് ടേസ്റ്റ് എല്ലാം ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ചട്നിക്കും നല്ല ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവുക കേട്ടോ. നമുക്ക് ദോശയുടെയും ഇഡ്ഡലിയുടെയും ഇനി ചപ്പാത്തിയുടെ കൂടെ അടക്കം നമുക്ക് ഈ ചട്നിയും കൂട്ടിയിട്ട് കഴിക്കാം. അപ്പോൾ അത്രയൊക്കെ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതാ ഉണക്കമുളകും കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ച കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരുപാട് കറി വേണ്ട, ഒരു ചമ്മന്തി രൂപത്തിൽ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ അരച്ച് വെച്ച കൂട്ടൊക്കെ ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, വെള്ളം ഒഴിക്കണ്ട. ഞാൻ ഇപ്പോൾ എനിക്ക് കുറച്ച് ഗ്രേവിയൊക്കെ വേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തവർക്ക് വെള്ളം ചേർക്കാതെ എടുക്കാത്തവർക്ക് അങ്ങനെ എടുക്കാം. ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മളിതിൽ വരെ ആഡ് ചെയ്തിട്ടില്ല. ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ആ ചമ്മന്തി രൂപത്തിൽ കഴിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ നമുക്ക് അരച്ച പേസ്റ്റ് ആ വറുത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ചേർക്കാതെ എടുക്കുക. ഞാനിപ്പോൾ വെള്ളം ചേർക്കേണ്ടവർക്ക് ഇതുപോലെ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒഴിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇഡ്ഡലി, ദോശ, അപ്പത്തിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അത്ര വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.